9 മാസമായ പെൺകുട്ടിയെ 1.5 ലക്ഷം രൂപയ്ക്ക് വിറ്റ് കളഞ്ഞു. സംഭവം മലപ്പുറത്താണ്. തിരൂരിൽ നിന്നാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു കുഞ്ഞിനെ അവിടെ 1.5 ലക്ഷം രൂപയ്ക്ക് കച്ചവടം ചെയ്തു. വാങ്ങിയവരും വിറ്റവരും ഒക്കെ തമിഴ്നാട്ടുകാരാണെന്ന് പറയുന്നെങ്കിലും സംഭവം കേരളത്തിലാണ്. തിരൂർ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ്. തിരൂർ പോലീസ് രംഗത്തെത്തി. കുട്ടിയാണ്, നമുക്കറിയാം ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ നിയമം ഇന്ത്യയിലുണ്ട്. അബാൻഡൻ്റെ നാഷണൽ ചാർട്ടർ ഫോർ ചിൽഡ്രൻ അത് 2003 നിയമമായതാണ്. ഒരു കുട്ടികളെ ഉപേക്ഷിക്കാനോ ഉപേക്ഷിച്ച് കളയാനോ കഴിയില്ല. അത് ഗവൺമെൻറ് ഏറ്റെടുക്കും. അങ്ങനെയുള്ള സംവിധാനങ്ങളും നിയമങ്ങളും ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൻ്റെ പരിധിയിൽ ധാരാളം നിയമങ്ങൾ ഇന്ത്യയിലുണ്ട്. അപ്പോൾ അതനുസരിച്ച് പോലീസ് പ്രവർത്തിക്കും. ഇവിടെ വിവരം അറിഞ്ഞ ഉടൻ തിരൂർ പോലീസ് രംഗത്തെത്തി. അവർ ആ കുട്ടിയെ ആദ്യം കൈവശപ്പെടുത്തി. അതാണ് പോലീസ് ചെയ്യേണ്ടത്. സാമൂഹ്യ പ്രവർത്തകർ അതാണ് ചെയ്യേണ്ടത്. കുട്ടിയുടെ ജീവന് അപകടം ഉണ്ടാകാതിരിക്കാനും അങ്ങനെ ട്രേഡ് നടക്കുന്ന അല്ലെങ്കിൽ വ്യാപാരം നടക്കുന്ന സ്ഥലത്ത് നിന്ന് കുട്ടിയെ എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിലാക്കുക എന്നുള്ളത് അത് തിരൂർ പോലീസിനെ അഭിനന്ദിക്കുന്നു. കാരണം കുട്ടിയെ അവരാദ്യം കസ്റ്റഡിയിലെടുത്തു, കുട്ടിയുടെ ജീവന് സംരക്ഷണം കൊടുത്തു. കുട്ടിയുടെ ജീവൻ്റെ വില എന്താണെന്ന് പോലീസിന് അറിയാം. അതുകൊണ്ട് അവരാദ്യം കുട്ടിയെ കസ്റ്റഡിയിലെടുത്തു. കുഞ്ഞിനെ വിറ്റത് അമ്മ കീർത്തനയാണ്. അവർക്ക് വളർത്താൻ കഴിയുന്നില്ല, അതിനുള്ള സാമ്പത്തികമില്ല. അതുകൊണ്ടാണ് കുട്ടിയെ വിറ്റത്. ആ കുട്ടിയെ വാങ്ങിച്ചവർക്ക് കുട്ടിയെ വളർത്താനുള്ള സംവിധാനമുണ്ട്, അവർ പൊന്നുപോലെ നോക്കും എന്നുള്ളത് കൊണ്ടാണ് കുട്ടിയെ വിറ്റ് കളഞ്ഞത്. അത് കുട്ടിയുടെ അമ്മ കീർത്തനയുടെ രണ്ടാനച്ഛൻ കൂടെയുണ്ട്. ആദ്യത്തെ പിതാവിൻ്റെ കുട്ടിയാണ്. രണ്ടാനച്ഛന് ചിലപ്പം താല്പര്യമില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കും രണ്ടാനച്ഛൻ ശിവയുടെ നിർബന്ധത്തിൽ കുഞ്ഞിനെ അമ്മ കീർത്തന വിറ്റ് കളഞ്ഞത്. കുട്ടിയെ വാങ്ങിയത് ആദിലക്ഷ്മി എന്ന തമിഴ്നാട്ടുകാരിയാണ്. അവർക്ക് കുട്ടിയെ വളർത്താനുള്ള താല്പര്യത്തോടെയാണ് വിലയ്ക്ക് വാങ്ങിച്ചത്. അതുകൊണ്ടാണ് 1.5 ലക്ഷം രൂപ കൊടുത്ത് കുട്ടിയെ വിലയ്ക്ക് വാങ്ങിച്ചത്. ഇടനിലക്കാരനായി 2 പേരുണ്ട്. സെന്തിൽ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, പ്രേമലത എന്ന് പറഞ്ഞ ഒരു ഇടനിലക്കാരുണ്ട്. അവർ മുഖേനയാണ് ഈ കച്ചവടം ഉറപ്പിച്ചത്. അവർക്കും കുറേ പണം ലഭിച്ചിട്ടുണ്ടാകാം. എന്തായാലും കച്ചവടം നടന്നു എന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ തന്നെ പോലീസ് രംഗത്തെത്തി, കുട്ടിയെ രക്ഷപ്പെടുത്തി. ആ കുട്ടി ഇനി കേരളത്തിൽ വളരും. ഇവിടെ ധാരാളം സംവിധാനങ്ങൾ നമുക്ക് ഇന്ത്യയിൽ എല്ലായിടത്തും ഉള്ള പോലെ കേരളത്തിൽ ഉണ്ട്. ഒരു കുട്ടിയെയും അബാൻഡൻ ചെയ്യാൻ അനുവദിക്കില്ല. അവരെ പൊന്നുപോലെ വളർത്താനുള്ള സംവിധാനം ഗവൺമെൻറ് നിലവാരത്തിലുണ്ട്. ധാരാളം ആൾക്കാർ കുട്ടികളെ ലഭിക്കാതെ, കുട്ടികളെ ഉണ്ടാകാതെ അവർ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ കുട്ടികളെ എടുത്തു വളർത്താനുള്ള ശൈശവത്തിൽ തന്നെ ഒരു കുട്ടിയെ കിട്ടുന്നത് നല്ലതാണെന്ന് വിചാരിച്ച് ധാരാളം അപേക്ഷകളും അതെല്ലാം ധാരാളം കോടതികളിൽ കേസുകളായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. കോടതി മുഖേന നിങ്ങൾക്ക് കുട്ടിയെ ലഭിക്കും. കേരളത്തിലെ അമ്മത്തൊട്ടിൽ വരുന്ന കുട്ടികളൊക്കെ അവരെ മാതാപിതാക്കൾ ഇല്ലാത്തവരാണ്, അല്ലെങ്കിൽ മാതാപിതാക്കൾ ഉപേക്ഷിച്ചവരാണ്. ആ കുട്ടിയെ നിയമപരമായി ആർക്കും ദത്തെടുക്കാം. അത് സീനിയോറിറ്റി അനുസരിച്ച് ദത്തെടുക്കലിൻ്റെ പ്രക്രിയ കേരളത്തിലെ എല്ലാ ജില്ലകളിലുണ്ട്. ധാരാളം കുട്ടികളെ ആവശ്യമുണ്ട്. അതുകൊണ്ട് കുട്ടികളെ ആരും കൊല്ലണ്ട. ആ കുട്ടികളെ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഗവൺമെൻറ്റിൽ ഏൽപ്പിക്കുക, ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഏൽപ്പിക്കുക. അവർ സോഷ്യൽ വെൽഫെയർ ബോർഡ് അല്ലെങ്കിൽ ജുവനൈൽ ജസ്റ്റിസ് ബോർഡൊക്കെ ഉണ്ട്, അവിടെ ഏൽപ്പിച്ചോളും. കുട്ടി സുരക്ഷിതമായിരിക്കും, കുട്ടിയുടെ ഭാവി സുരക്ഷിതമായിരിക്കും. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിലായിരിക്കും ആ കുട്ടികൾ വളർന്നു വരുന്നത്. അവിടെ എല്ലാ സംവിധാനമുണ്ട്, വിദ്യാഭ്യാസ സംവിധാനമുണ്ട്, ആരോഗ്യപര കാര്യം നോക്കാൻ സംവിധാനമുണ്ട്, അവരുടെ ഭക്ഷണത്തിനും ചെലവിനും വസ്ത്രത്തിനുമൊക്കെ വേണ്ട സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് ഉപേക്ഷിക്കപ്പെടുന്ന കുട്ടികളെ, വേണ്ടാത്ത കുട്ടികളെ വളരെ നല്ല സംരക്ഷണയിൽ സർക്കാർ വളർത്തിക്കൊണ്ടുവന്ന് ഇവിടുത്തെ ഉത്തമ പൗരന്മാരാക്കുന്ന സംവിധാനം ഇന്ത്യയിലുണ്ട്. അവരൊക്കെ വേണ്ട സംരക്ഷണം കൊടുക്കുന്ന ധാരാളം ജുവനൈൽ നിയമങ്ങളുമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ആർക്കെങ്കിലും ഒരു കുട്ടി അവിഹിത ഗർഭത്തിലോ എങ്ങനെയെങ്കിലും ഉണ്ടായാൽ ദയവ് ചെയ്ത് അവരെ കൊല്ലരുത്. അവരെ ഏതെങ്കിലും ദൂരെയുള്ള ആശുപത്രിയിൽ പോയി പ്രസവിച്ചിട്ട് ആ ആശുപത്രിയിൽ ഏൽപ്പിച്ചാൽ മതി, അവർ നോക്കിക്കോളും. ഹോസ്പിറ്റലുകാരത് സംസ്ഥാനത്തെ ഇതുപോലെയുള്ള ബോർഡുകളെ ഏൽപ്പിച്ച് ആ കുട്ടിയെ ഇന്ത്യയുടെ പൗരത്വമുള്ള നല്ല കുട്ടികളായി, നല്ല ജനങ്ങളായി, നല്ല ആൾക്കാരായി വളർത്തിക്കൊണ്ടുള്ള സംവിധാനം എല്ലായിടത്തും ഉള്ളതുകൊണ്ട് ഇതുപോലുള്ള പ്രവൃത്തികളെ, കുട്ടിയെ കൊന്നുകളയോ കുട്ടിയെ ഉപേക്ഷിച്ചുകളയോ കുട്ടിയെ വിറ്റുകളയോ ഒന്നും ചെയ്യാതെ ഏതെങ്കിലും സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ചെന്ന്, സർക്കാർ ഹോസ്പിറ്റലിലോ പ്രൈവറ്റ് ഹോസ്പിറ്റലിലോ ചെന്ന് അവിടെ വിവരം പറഞ്ഞാൽ അവർ ഏറ്റോളും, അവർ വേണ്ട സംവിധാനം ചെയ്തോളും. അവർ അങ്ങനെയുള്ള ജുവനൈൽ ബോർഡിലും മറ്റവരെ അറിയിച്ച് കുട്ടിയെ അവർ സംരക്ഷിക്കാനുള്ള നടപടികൾ എടുക്കും.